ഇതാണ് ഈ വീട്. ഇപ്പോൾ ഈ വീട്ടിൽ ആരുമില്ല. ഈ അയൽവാസികളും മറ്റുമാണ് ഇപ്പോൾ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചത്. രാമചന്ദ്രനും ഭാര്യയും അവരുടെ മകളും മകളുടെ 2 കുട്ടികളും അടങ്ങുന്ന സംഘമാണ് കശ്മീരിലേക്ക് പോയത്. ഇന്നലെ രാവിലെയാണ് അവർ പുറപ്പെട്ടത്. നീരാഞ്ജനം എന്ന് പറയുന്ന ഈ വീട്ടിൽ നിന്ന് അവർ ഇന്നലെ രാവിലെ കശ്മീരിലേക്ക് വിനോദസഞ്ചാര ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതാണ്. മകൾ വിദേശത്തായിരുന്നു. മകൾ നാട്ടിലേക്ക് എത്തിയപ്പോഴാണ് മകളെയും 2 കുട്ടികളെയും കൂട്ടി രാമചന്ദ്രനും ഭാര്യയും കശ്മീരിലേക്ക് പോയത്. ചേട്ടാ, എന്താണ് സംഭവം എന്ന് അറിഞ്ഞിട്ടുണ്ടോ? എപ്പോഴാണ് തൃപ്പൂണിത്തുറ ഒരു കസം വിളിച്ചു പറഞ്ഞറിഞ്ഞത്? കൗൺസിലർ വിളിച്ചു പറഞ്ഞു. കൗൺസിലർ പോകാൻ നമ്മൾ അറിഞ്ഞു. മകളും ഉണ്ട് കൂടെ, മകളുടെ 2 പിള്ളേരുണ്ട്, ഭാര്യയുണ്ട്. ഇവിടെ തന്നെയായിരുന്നു താമസം? അമ്മയും ഈ രാമേന്ദ്രനും ഭാര്യ ഇവിടെ തന്നെ താമസം. മകള് ദുബായിലാണ്, മകന് ഹൈദരാബാദാണ്. എന്താണ് ജോലി? എന്താണ് അദ്ദേഹത്തിന്? ബിസിനസ് ആയിരുന്നു. വൈഫ് വിദ്യാഭവനിൽ കളമക്കരയിൽ ടീച്ചറായിരുന്നു, റിട്ടയർഡായി. എപ്പോഴാണ് കശ്മീരിലേക്ക് പോയത്? ഇന്നലെ രാവിലെ ഏതാണ്ട് ഒരു മധ്യഭാഗത്ത് പോയി. ആരൊക്കെയായിരുന്നു ആ കൂട്ടത്തിലുണ്ടായിരുന്നു? ഇവര് 2 പിള്ളേരും മകളും, മകളുടെ പിള്ളേരും മകളും, രാമേന്ദ്രനും വൈഫും. രാമചന്ദ്രനും ഭാര്യയും മകളും മകളുടെ 2 കുട്ടികളുമാണ് ഉണ്ടായത്. ഇങ്ങനെ ടൂറായിട്ട് പോയത് അവര് സ്വന്തമായിട്ട്. ഈ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആരെങ്കിലൊക്കെ അതിനെ കുറിച്ചൊന്നും അറിയില്ല. പാക്കേജല്ല, ഇൻഡിവിജ്വൽ ആയിട്ട് പോയിക്കൊണ്ട് അറിയില്ല. നേരത്തെ ഇവിടെ തന്നെ കുറെ കാലം ഇവിടെ താമസിക്കുന്നത്? ഇവിടുത്തെ ഇടപ്പള്ളിക്കാരാണ്, കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും ഇവിടുത്തുകാരാണ്. ഇങ്ങനെ വിദേശത്തായിരുന്നു അദ്ദേഹം. കുറച്ച് ആളുകളായിട്ട് ഇവിടെയുണ്ട്. ഇപ്പൊ സ്ഥിരതാമസമാണ്. ഇപ്പൊ വിദേശയാത്രയൊക്കെ കഴിഞ്ഞു അദ്ദേഹം ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ മകളും ഭാര്യയും മകള് 2 കുട്ടികളുമായിട്ട് ഇന്നലെ രാവിലെയാണ് പോയിരിക്കുന്നത്. മകള് വിദേശത്തായിരുന്നോ? അല്ലല്ല, മകൾ ഹൈദരാബാദ്. അതന്നെ, വിദേശത്താണ്. മകള് നാട്ടിലെത്തിയപ്പോൾ മകളെയും മകളുടെ 2 കുട്ടികളെയും കൂട്ടി രാമചന്ദ്രനും ഭാര്യയും കൂടി കശ്മീരിലേക്ക് പോയതായിരിക്കും. പോയതാണ്. അവരുടെ മറ്റു ബന്ധുക്കളൊക്കെ അടുത്ത് തന്നെയാണോ? തൊട്ടടുത്ത്? അദ്ദേഹത്തിന്റെ ബ്രദർ കൂടെ ഉണ്ട്. അദ്ദേഹം ഇന്നലെ രാവിലെ അവര് US പോയി, മകന്റെ അടുത്തേക്ക് പോയി. ഇപ്പൊ കാര്യമായിട്ടുള്ള ബന്ധുക്കൾ ഇവിടെ ഇല്ല. ഇപ്പൊ ഇവിടുത്തെ ഫാമിലി അംഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ അറിഞ്ഞിട്ട് വരുന്നതേ ഉള്ളൂ എല്ലാവരും. ഈ കുറച്ചു നേരം ഒരു 1/4 മണിക്കൂറായുള്ള നമ്മളെല്ലാവരും അറിഞ്ഞിട്ട് തന്നെ രാമേന്ദ്രനാണ് പെട്ടിരിക്കുന്നത്. ആദ്യം മലയാളി ഉണ്ടെന്ന് തന്നെ അറിഞ്ഞില്ല. പിന്നീടാണ് മലയാളി ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ നാരായണ മേനോൻ, സൺ ഓഫ് നാരായണ മേനോൻ നമ്മൾ വന്നപ്പോഴാണ് എല്ലാവരും അന്വേഷിച്ചു വന്നത് മങ്ങാട്ട്.